Hi all nursing aspirants and welcome back to my channel. So നമ്മുടെ നോസെറ്റ് സീരീസിലെ ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗ് തിയറി സെക്ഷനിൽ സെക്കൻഡ് ക്ലാസ് ആണെന്ന് വൈറ്റൽ സയൻസിൻ്റെ ബാലൻസ് പോർഷൻ ആയിട്ടുള്ള പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സോ കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് സെക്കൻഡ് ക്ലാസ്സിലോട്ട് വരിക. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് പൾസാണ്. നോർമൽ പൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്, ആവറേജ് വാല്യൂ 72 ബീറ്റ്സ് പെർ മിനിറ്റ്. ടൈം ടു ചെക്ക് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആണ് ഫസ്റ്റ് ചോയ്സ് ആൻസർ. നെക്സ്റ്റ് സൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മോസ്റ്റ് കോമൺലി 10 സൈറ്റ്സ് ആണ് നമ്മുടെ ബോഡിയിൽ പൾസ് ചെക്ക് ചെയ്യാൻ വരുന്ന സൈറ്റ്സ്. ഇതിൽ മോസ്റ്റ് കോമൺ എന്ന് പറയുമ്പോൾ റേഡിയലാണ്. നെക്സ്റ്റ് സർക്കുലേഷൻ ടൈം, അതായത് നമ്മൾ CPR നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺ സൈറ്റ്സ് എന്ന് പറയുമ്പം അഡൾട്ട്സിൽ കരോട്ടിഡ്, ഇൻഫൻസിൽ ബ്രേക്കിയൽ, ചിൽഡ്രൻസിൽ ഫെമറൽ, ന്യൂ ബോൺസിൽ എപ്പിക്കൽ. മെയിൻലി നമ്മൾ 3 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് പൾസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് റിംഗ് ഫിംഗർ ഫോർ റേറ്റ്, റിതം ആൻഡ് വോളിയം. പൾസിന് ഗ്രേഡിംഗ് ഉണ്ട്. മെയിൻലി നമുക്ക് 5 ഗ്രേഡ്സ് ആണ് വരുന്നത്, 0 to +4 വരെ. ഇതിൽ നോർമൽ ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ +2 ആണ് നോർമൽ ഗ്രേഡിംഗ്. ഗ്രേഡിംഗ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നോക്കാം. നെക്സ്റ്റ്, ഇനി എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഫേഷ്യൽ പൾസ് അതല്ലെങ്കിൽ ആംഗിൾ ഓഫ് ജോയിലെ പൾസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. സോ ക്വസ്റ്റ്യൻ വായിക്കുക. CPR സിറ്റുവേഷൻ വേറെ, എമർജൻസി അല്ലാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ഫേഷ്യൽ പൾസ് നോക്കുന്ന സിറ്റുവേഷൻ വേറെയാണ്. സോ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. നെക്സ്റ്റ്, എപ്പിക്കൽ പൾസ്, അതായത് 5th ഇൻ്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് മിഡ് ക്ലാവിക്കുലാർ, അതാണ് മിട്രൽ വാൽവ് വരുന്ന പോയിന്റ്. ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി. ഇത് ഫീമെയിൽസിന് വരുമ്പോൾ ബിലോ ദ ബ്രസ്റ്റും മെയിൽസിൽ വരുമ്പോൾ ബിലോ ദ നിപ്പിളുമാണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ മോസ്റ്റ് ആക്യുറേറ്റ് സൈറ്റ് ഫോർ അസസിങ് ദ പൾസ് എന്ന് പറയുന്നത്. Pregnancy and children up to 8 years, the apical pulse is palpated in the 4th intercostal space in midclavicular and if not mentioned, അതായത് പ്രഗ്നൻസിയിൽ ഏത് ട്രൈമസ്റ്റർ ആണ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും 4th intercostal space ആണ് ഫസ്റ്റ് ചോയ്സ് ഓഫ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഷോക്ക് പേഷ്യൻസിൽ നമ്മൾ ഡിസ്റ്റൽ പൾസ്, അതായത് നമ്മുടെ ബോഡിയിലെ ഡിസ്റ്റൽ ദൂരോട്ടുള്ള പൾസായിരിക്കും നമ്മൾ മോസ്റ്റ് റാദർ ദാൻ എപ്പിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ പ്രോക്സിമൽ പൾസിനെക്കാട്ടിയും കൂടുതൽ നമ്മുടെ ഷോക്ക് പേഷ്യൻസിന് ഡിസ്റ്റൽ പൾസാണ് നോക്കുന്നത്. കാരണം നമ്മുടെ പെർഫ്യൂഷൻ ആൻഡ് നമ്മുടെ ബ്ലഡ് പ്രഷർ അതാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് പൾസിൻ്റെ ടൈപ്സ് നോക്കാം. നോർമൽ എന്ന് പറയുമ്പോൾ റെഗുലർ ഇൻറ്റൻസിറ്റി, ആബ്സെൻറ്റ് പൾസ് എന്ന് പറയുമ്പോൾ നോ വേവ് ഫോം, വീക്കോ ത്രെഡി പൾസ് കംസ് ഇൻ +1 ഇൻറ്റൻസിറ്റി, ബൗണ്ടിങ് പൾസ് ഇൻ +4 ഇൻറ്റൻസിറ്റി, ബൈഫേറിയൻസ് പൾസ് ഹാസ് 2 സിസ്റ്റോളിക് പീക്സ് ഉണ്ടാവുന്നതിന്. പൾസസ് ഓൾട്ടർനൻസ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് സ്ട്രോങ് ആൻഡ് വീക്ക് പൾസാണ്. ഇത് രണ്ടിലും തമ്മിൽ ഈക്വൽ ഇൻ്റർവെല്ലായിരിക്കും വരുന്നത്. നെക്സ്റ്റ്, പൾസസ് ബൈജെമിനസ് എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് സ്ട്രോങ് ആൻഡ് വീക്ക് പൾസ് ആയിരിക്കും. പക്ഷേ ഇതിലെ വീക്ക് പൾസ് കം ഇൻ ഏർലി ആഫ്റ്റർ ദ സ്ട്രോങ് പൾസ്. നെക്സ്റ്റ്, പൾസസ് പാരഡോക്സസ് അല്ലെങ്കിൽ പാരഡോക്സിക്കൽ പൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫോൾ ഇൻ BP ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ആണ്, മോർ ദാൻ 10 mm of Hg. അത് നോട്ട് ചെയ്യുക, അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് വാട്ടർ ഹാമർ ഓർ കൊറീജിയൻ ഓർ കൊളാപ്സിബിൾ പൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് റാപ്പിഡ് ആയിട്ടുള്ള സിസ്റ്റോളിക് അപ്സ്ട്രോക്ക് ആണ്. ഇത് നമ്മുടെ അയോട്ടിക് റീഗർജിറ്റേഷനിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പം എപ്പിക്കൽ പൾസ് മൈനസ് റേഡിയൽ പൾസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൾസ് ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ്. സോ ഈ ടേംസ്, അതായത് പാരഡോക്സിക്കൽ പൾസ്, പൾസ് ഡെഫിസിറ്റ് ആൻഡ് പൾസ് ഡിഫറൻസ് ഓർത്ത് വെച്ചോളാം. So these are about the pulse. Next we can move on to the third topic, that is respiration. നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചോയ്സ് ആൻസർ 12 to 20 ബ്രീത്ത്സ് പെർ മിനിറ്റ് ആണ്. സെക്കൻഡ് ചോയ്സ് 16 to 20. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് റേറ്റ്, റിതം, വോളിയം. അക്കോർഡിംഗ് ടു ദീസ് 3ലാണ് നമ്മൾ ടൈപ്സ് ക്ലാസിഫൈ ചെയ്യുന്നത്. വോളിയമിൽ തന്നെ ഡീപ്പ് ഉണ്ട്, ഷാളോ ഉണ്ട്. ഡീപ്പിലെന്ന് പറയുമ്പോൾ ടൈഡൽ വോളിയം കൂടുതലായിരിക്കും, ഷാളോ റെസ്പിറേഷനിൽ ടൈഡൽ വോളിയം കുറവായിരിക്കും. നോർമൽ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 500 ml ആണ്. നെക്സ്റ്റ്, മസിൽസ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈമറി ഇൻസ്പിറേറ്ററി മസിൽ എന്നറിയപ്പെടുന്ന ഡയഫ്രം ആണ്. പ്രൈമറി എക്സ്പിറേറ്ററി മസിൽ എന്നറിയപ്പെടുന്നത് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിലാണ്. ഇതിൽ ആക്സസറി മസിൽസ് ആയിട്ട് ട്രപ്പീസിയസ്, സ്റ്റേണോക്ലിഡോമാസ്റ്റോയിഡ് ആൻഡ് സ്കാലസ് മസിൽ വരുന്നുണ്ട്. ഇനി അല്ലാതെ വേറൊരു ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്യുമ്പോഴാണ് ഇൻസ്പിറേഷൻ സംഭവിക്കുന്നത്. എക്സ്റ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽ റിലാക്സ് ചെയ്യുമ്പോഴാണ് എക്സ്പിറേഷൻ സംഭവിക്കുന്നത്. സോ അത് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ്, റെഗുലേറ്ററി സെൻറ്റേഴ്സ് ആണ് നോക്കുന്നത്. ഇൻസ്പിറേഷൻ കൺട്രോൾഡ് ബൈ ന്യൂമോടാക്സിക് സെൻറ്റർ, ദാറ്റ് ഈസ് ഇൻ അപ്പർ പോൺസ്, ആൻഡ് എക്സ്പിറേഷൻ ഈസ് കൺട്രോൾഡ് ബൈ ആപ്നിയോസ്റ്റിക് സെൻറ്റർ, ദാറ്റ് ഈസ് ഇൻ ലോവർ പോൺസ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ ആണ്. നോർമൽ റെസ്പിറേഷൻ നമ്മൾ പറയുന്ന ടേമാണ് യൂപ്നിയ. നെക്സ്റ്റ്, ടക്കിപ്നിയ മോർ ദാൻ 20 ബ്രീത്ത്സ്, ബ്രാഡിപ്നിയ ലെസ് ദാൻ 12 ബ്രീത്ത്സ്. ഹൈപ്പർപ്നിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻക്രീസ്ഡ് ഡെപ്ത് ആണ്, അതായത് ഡീപ്പ് ബ്രീത്തിങ്. നെക്സ്റ്റ്, ഹൈപ്പോപ്നിയ എന്ന് പറയുമ്പോൾ ഷോളോ ബ്രീത്തിങ് ആണ്. ഹൈപ്പർ ക്യാപ്നിയ എന്ന് പറയുമ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ് എലവേഷൻ ആയിട്ടുള്ള കണ്ടീഷനാണ് ഹൈപ്പർ ക്യാപ്നിയ. അതുപോലെ തന്നെ ഹൈപ്പോ ക്യാപ്നിയ ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ്.
നെക്സ്റ്റ് കീൻ സ്റ്റോക്ക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻ്റ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അബ്നോർമൽ ബ്രീത്തിങ് പാറ്റേൺ ആണ്. ഡീപ്പ് ആൻഡ് ഫാസ്റ്റർ ബ്രീത്തിങ് ആയിരിക്കും, ഫോളോഡ് ബൈ പീരീഡ് ഓഫ് ആപ്നിയ. അതായത് മെയിൻലി ഡീപ്പ് ബ്രീത്തിങ് ആണത്. ഇത് നമുക്ക് ഹാർട്ട് ഫെയിലിയറിലും സ്ട്രോക്കിലൊക്കെയാണ് കീൻ സ്റ്റോക്ക് റെസ്പിറേഷൻ കാണുന്നത്. നെക്സ്റ്റ് കുസ്മോൾസ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ടുള്ള ലേബേർഡ് ബ്രീത്തിങ് ആണ്. മെറ്റബോളിക് അസിഡോസിസ് അല്ലെങ്കിൽ കീറ്റോസിഡോസിലൊക്കെയാണ് കുസ്മോൾസ് റെസ്പിറേഷൻ കാണുന്നത്. ഇതിൽ റേറ്റ് കൂടുതലായിരിക്കും, ഡെപ്തും കൂടുതലായിരിക്കും. നെക്സ്റ്റ് ബയോഡ്സ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അബ്നോർമൽ പാറ്റേൺ ആണ്. അതായത് ഷോളോ റെസ്പിറേഷൻ ഫോളോഡ് ബൈ പീരീഡ് ഓഫ് ആപ്നിയ. ഇത് ട്രോമ ഓഫ് മെഡില അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക്, ഓപ്പിയോയിഡ് അബ്യൂസ്, ഇതിലൊക്കെയാണ് ബയോഡ്സ് റെസ്പിറേഷൻ കാണുന്നത്. ബ്രെയിൻ ഇഞ്ചുറിയിലും ഇതാണ് കാണുന്നത്. ഇതിൽ ഡെപ്ത് കൂടുതലായിരിക്കും, വിത്ത് റെഗുലർ ആയിട്ടുള്ള ആപ്നിയ ഉണ്ടാവും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് പാരഡോക്സിക്കൽ റെസ്പിറേഷൻ. ഇറ്റ് ഈസ് എ ഇൻവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ചെസ്റ്റ് വാൾ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ അബ്ഡോമിനൽ വാൾ ഡ്യൂറിങ് ദ എക്സ്പിറേഷൻ. ഇത് നോർമൽ ബ്രീത്തിങ്ങിനെക്കാട്ടിയും റിവേഴ്സ് പ്രോസസ്സാണ്. ഇത് നമ്മൾ ഫ്ലെയിൽ ചെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് ആയിട്ടുള്ള റിപ്പ് ഫ്രാക്ചറിലൊക്കെയാണ് മെയിൻലി പാരഡോക്സിക്കൽ റെസ്പിറേഷൻ കാണുന്നത്. നെക്സ്റ്റ് ബബ്ലിംഗ് അല്ലെങ്കിൽ റാബിൾ റെസ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂമോണിയ കണ്ടീഷൻസിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അതായത് ബബ്ലിംഗ് സൗണ്ട്സ് കേൾക്കും. നെക്സ്റ്റ് സ്ട്രൈഡർ വെറ്റ് അല്ലെങ്കിൽ നോയ്സി റെസ്പ്, ഇതിന് നമ്മൾ എമർജൻസി റെസ്പിറേഷൻ എന്നും പറയും. ഇത് അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷനിലാണ് കാണപ്പെടുന്നത്. സോ ദീസ് ആർ ഓൾ അബൌട്ട് ദ റെസ്പിറേഷൻ. റെസ്പിറേഷനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് പോയിൻറ്റ്സ് ആണ് ഇത്രയും. സോ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ 120/80 mm/Hg ആണ്. അത് നമുക്ക് KPA, അതായത് കിലോ പാസ്കൽ പ്രഷറിൽ നമുക്ക് അതിനെ 16/11 KPA എന്ന് പറയാം. ഒരു KPA എന്ന് പറയുന്നത് 1 KPA = 7.5 mm/Hg ആണ്. നെക്സ്റ്റ് പൾസ് പ്രഷർ എന്താണ് നമ്മൾ പറഞ്ഞു. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 40 mm/Hg ആയിരിക്കും. നെക്സ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പാൽപേറ്ററി മെത്തേഡുണ്ട്. ഇത് നമുക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മാത്രം കണ്ടുപിടിക്കാനേ സാധിക്കത്തുള്ളൂ. നമ്മൾ റേഡിയൽ ആർട്ടറി അറ്റ് ദ ടൈം ഓഫ് നമ്മൾ ഇൻഫ്ലേഷൻ സമയത്ത് പാൽപേറ്റ് ചെയ്യുന്ന ആ ടെക്നിക്കാണ് പാൽപേറ്ററി ടെക്നിക്ക്. നെക്സ്റ്റ് വരുന്ന ഓസ്കൾട്ടേഷൻ ടെക്നിക്ക് മോസ്റ്റ് കോമൺ. ഓസ്കൾട്ടേഷൻ ടെക്നിക്കിൽ കോർട്ടോകോഫ് സൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വിത്ത് യൂസ് ഓഫ് എ സ്റ്റെതസ്കോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിൽ കോർട്ടോകോഫ് സൗണ്ട് ഫേസ് 1 ആണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫേസ് 5 ആണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു സ്പിക്മോ മാനോമീറ്ററിൻ്റെ മിനിമം റേഞ്ച് എന്ന് പറയുന്നത് 300 mm/Hg ആണ്. നമ്മൾ അതിൻ്റെ ബ്ലാഡർ കഫ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സ്പിക്മോ മാനോമീറ്ററിൻ്റെ ബ്ലാഡർ കഫ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പാലിക്കേണ്ടത് 80-40 റൂളാണ്. ദാറ്റ് മീൻസ് ദ കഫ് ബ്ലാഡർ ലെങ്ത് ഷുഡ് അപ്രോക്സിമേറ്റ്ലി 80% ഓഫ് ദ അപ്പർ ആം സർക്കംഫറൻസിനെ കവർ ചെയ്തിരിക്കണം. ആൻഡ് ദ കഫ് ബ്ലാഡർ വിഡ്ത്ത് ഷുഡ് ഒപ്റ്റിമലി 40% ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ അപ്പർ ആമിനെ കവർ ചെയ്തിരിക്കണം. അതായത് ലെങ്ത് വെച്ചിട്ട് 80%, വിഡ്ത്ത് വെച്ചിട്ട് 40% കഫ് ബ്ലാഡർ കവർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇനി പേഷ്യൻറ്റ് സ്മോക്ക് ചെയ്തിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അൺറിലയബിൾ ആയിട്ടുള്ളൊരു പേഴ്സാണ് കിട്ടിയെങ്കിൽ നമ്മൾ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കണം. നെക്സ്റ്റ് ഒരു പേഷ്യൻറ്റ് ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് നമ്മൾ ബോത്ത് ഹാൻഡ്സിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പൾസ് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ മെർക്കുറി കോളം നമ്മൾ ഡീഫ്ലേറ്റ് ചെയ്യേണ്ടത് റേറ്റ് എന്ന് പറയുമ്പോൾ 2 to 3 mm/s നമ്മൾ ഡീഫ്ലേറ്റ് ചെയ്യേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂവിൽ ആൾട്ടറേഷൻസ് വരും. പൊസിഷൻസ് ഫോർ ചെക്കിംഗ് ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ സിറ്റിംഗ് ആണ് ഫസ്റ്റ് ചോയ്സ്. സെക്കൻഡ് ചോയ്സ് എന്ന് പറയുമ്പോൾ സുപ്പൈൻ. വെൻ സുപ്പൈൻ പൊസിഷൻ അപ്പാറ്റസ് ഷുഡ് ബി കെപ്റ്റ് അറ്റ് ദ ഫ്ലെബോസ്റ്റാറ്റിക് ആക്സിസ് വിച്ച് ഈസ് ഓൺ ദ 4th mid-axillary line. നെക്സ്റ്റ് മെർക്കുറി ലെവൽ ഷുഡ് ബി ബിലോ ദ 0. ഇഫ് മോർ ദാൻ 0 ദെൻ ഡീഫ്ലേറ്റ്. അപ്ലൈ ദ കഫ്. കഫിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് 2.5 cm എബോവ് ബ്രേക്കിയൽ ആർട്ടറി ആയിരിക്കണം വരേണ്ടത്. നെക്സ്റ്റ് റീചെക്കിംഗ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 5 minutes ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ഇതിൽ റീഡിങ്ങിൽ വരുന്ന ഓൾട്ടർനേഷൻസ് ആണ്. നമുക്ക് ഫോൾസ് ഹൈ ആൻഡ് ഫോൾസ് ലോ അസസ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോൾസ് ഹൈ വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് കഫ് ബ്ലാഡർ എന്ന് പറയുമ്പോൾ ടു നാരോ, അല്ലാന്നുണ്ടെങ്കിൽ ലൂസ് കഫ്, അല്ലെങ്കിൽ ആം ബിലോ ദ ലെവൽ ഓഫ് ഹാർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ റിലീസിങ് അല്ലെങ്കിൽ ഡീഫ്ലേറ്റിംഗ് ദ കഫ് ടു സ്ലോലി. ഈ കണ്ടീഷൻസിൽ നമുക്ക് ഫോൾസ് ഹൈ അസസ്മെൻറ്റ് കിട്ടും. ഇനി ഫോൾസ് ലോ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കഫ് ദാറ്റ് ഈസ് ടു വൈഡ്, ടൈറ്റ് കഫ്, ആം എബോ ദ ലെവൽ ഓഫ് ഹാർട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡീഫ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോർ ദാൻ 2 to 3 mm വെച്ചിട്ട്. സോ ഇതാണ് ഫോൾസ് ലോ അസസ്മെൻറ്റ്. നെക്സ്റ്റ് ഇതിൽ വേറൊരു ടൈപ്പ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്ലാഡർ സൈസ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അഡൾട്ട് കഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അഡൾട്ട് കഫ് യൂസ് ചെയ്താൽ ലോ പ്രഷർ കാണിക്കും. അതുപോലെ തന്നെ അഡൾട്ട്സിന് നമ്മൾ ചൈൽഡ് കഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രഷറും കാണിക്കും. സോ അതും കൂടെ ശ്രദ്ധിച്ചോളൂ. So these are all the important exam oriented points about respiration.
സോ ഇതോടെ വൈറ്റൽ സയൻസിൽ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കംപ്ലീറ്റ്ലി എക്സാം ഓറിയൻറ്റഡായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക. ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നോർമൽ വാല്യൂസും ഇതിൻ്റെ ഒരു കീ പോയിൻറ്റ്സും എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.